നേർത്ത വിഷാദത്തിൻ്റെ സ്പർശം ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും പിന്തുടരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെടിയിൽ മനുഷ്യൻ ഏകാഗിയാണെന്നുള്ള തോന്നൽ തോന്നിപ്പിക്കുന്ന വ്യക്തമാക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ശരിയാണോ? നിരീക്ഷണം ശരിയായിരിക്കും. എൻ്റെ ഉള്ളിനുള്ളിൽ ഈ ബഹളങ്ങൾക്കിടയിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഏകാഗിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലമൊക്കെ അങ്ങനെ എൻ്റെ ബാല്യം, കൗമാരം, യൗവനം അങ്ങനെയാണ് കടന്നു പോയിട്ടുള്ളത്. എന്താണ് യൗവനത്തിലെ ഈ ഏകാഗിത എന്ന് പറയുന്നത്? ആ കാലഘട്ടത്തിൻ്റെ അന്നത്തെ യുവാക്കളുടെ ഒരു പൊതു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ ഹരികുമാറിൽ സംഭവിച്ചതാണോ? വ്യക്തിയനുഭവങ്ങളിൽ നിന്നുണ്ടായി? മനഃപൂർവ്വമല്ല, അങ്ങനെ ഒരു ജീവിത ചുറ്റുപാടിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കാം. അത് അങ്ങനെ ഒരു കാരണം അങ്ങനെ ഒരു ഏകാഗി ഒളിച്ചോടേണ്ട കാരണം 20 വയസ്സ് 21 വയസ്സുള്ളപ്പം സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥനായാണ്. ഈ 21ാമത്തെ വയസ്സിൽ സിനിമ ഉള്ളിൻ്റെ ഉള്ളിൽ ആവേശമായി സൂക്ഷിക്കുമ്പോഴും ഈ സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥനാകാൻ ഞാൻ നിർബന്ധിതനാകുന്നു. അതെൻ്റെ ജീവിത ചുറ്റുപാടാണ്. അത് തന്നെ എന്നിൽ ഇപ്പം എൻ്റെ കൂടെ ആഗ്രഹിച്ചവരൊക്കെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എനിക്കുണ്ടായിരുന്നു. ഹരികുമാർ ചെയ്ത സിനിമകളിലെ ഹരികുമാറിൻ്റെ ജീവിത സങ്കല്പങ്ങളുമായിട്ട് ഒത്തുപോകുന്ന താങ്കളുടെ ആത്മാംശം ഏറെക്കുറെ പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആത്മാംശം പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല. മിക്ക പല കഥാപാത്രങ്ങളിലും ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ നേരിട്ട് അനുഭവമുള്ള അല്ലെങ്കിൽ നേരിട്ട് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് അടുത്തറിയുന്നവരുടെ അങ്ങനെയുള്ള ജീവിതം. ഇത് എൻ്റെ ജീവിതവുമായിട്ട് കുറേയൊക്കെ ബന്ധം കുറച്ച് കൂടുതലുണ്ടായ ഒരു കഥാപാത്രം ഒരു സ്വകാര്യത്തിലെ പത്രാധിപർ എന്ന് പറയുന്നത് വേണു നാഗവള്ളി ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ചിത്രങ്ങളിലൊന്നാണ് ഒരു സ്വകാര്യം. പക്ഷേ അതെന്തുകൊണ്ട് അധികം ഒരു ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു സിനിമയാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന സിനിമയെന്ന നിലയിലും അതിൻ്റെ ഒരു ജീവിത വീക്ഷണത്തിലുമൊക്കെ അതൊരു വ്യത്യസ്തത പുലർത്തുന്ന സിനിമയാണ്. ഈ സമൂഹം പെട്ടെന്ന് മാറുന്നു, ദ്രുതഗതിയിൽ ഓട്ടപ്പാച്ചിൽ സംഭവിക്കുന്നു. ഹരികുമാറിനെ പോലെയുള്ള ഒരാൾ ഓട്ടപ്പാച്ചിലിൽ ഈ വേഗത്തിൽ ഇതിനെയൊക്കെ സ്വാംശീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാണോ, അതോ ഇതിനോട് കലഹിക്കുകയാണോ? ഇല്ല, ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. കാരണം ഞാൻ അതിന് ബാധ്യസ്ഥനാണ്. ഇതിൽ നിന്ന് ഞാൻ കലഹിച്ചു മാറി നിന്നിട്ടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ജീവിത ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ രീതികളോ അല്ല എന്നുള്ളത്. ഞാനും അതുകൊണ്ട് പൊരുത്തപ്പെടാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ഞാൻ കലഹിച്ചു ഞാൻ മാറി ഉൾവലിയേണ്ടി വരും. ഈ മീഡിയം ശരിക്കും താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾ, വിഷാദങ്ങൾ, വാശി അല്ലെങ്കിൽ പ്രതിരോധം, ഇങ്ങനെയൊക്കെയുള്ള സമസ്ത ജീവിതാനുഭവങ്ങളെയും വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം പറ്റിയത് തന്നെയാണോ? ഇത് തന്നെയാണോ പറ്റിയത്? തീർച്ചയായിട്ടും ഇത് എനിക്ക് പൂർണ്ണമായും അതിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനൊരു ഇതല്ല. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് എൻ്റെ മീഡിയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് മീഡിയമായി തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ പ്രധാന മീഡിയമായി തിരഞ്ഞെടുക്കുമ്പോൾ പോലും എഴുത്ത് എന്ന് പറയുന്നത് ഞാൻ മാറ്റിവെച്ചിട്ടില്ല. എനിക്ക് പണ്ട് ഞാൻ കുറേ കഥകളൊക്കെ എഴുതുന്നു. വീണ്ടും എഴുത്തിലേക്ക് വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് മീഡിയമാണ്. ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു സംഘർഷം എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. സിനിമയുടെ എഴുത്തിനെ ചിലപ്പം അത് ഇതായിരിക്കും. അതിനപ്പുറമുള്ള ആഴത്തിലുള്ള ഒരു സാഹിത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഇതിൻ്റെ സംഘർഷം ഒരു തടസ്സമായിരിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.